ബുർദ നിയത്താക്കി ചൊല്ലൂ, നിങ്ങൾക്കെല്ലാ ഹാജത്തുകളും പൂർത്തിയാക്കപ്പെടും. അനുഭവങ്ങൾ ഉള്ളവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മുന്നിൽ ഈ നിലക്ക് എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിൽ അള്ളാഹു ഈ പാവപ്പെട്ട എന്നെ രക്ഷപ്പെടുത്തിയത് മുഅ്മിനീങ്ങൾ ചൊല്ലിയ, നമ്മുടെ ഇഖ്വാനുകൾ ചൊല്ലിയ, നിങ്ങളൊക്കെ ചൊല്ലിയ ബുർദ കൊണ്ടാണെന്ന് 100%, 110% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ വേദിയിൽ പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് മാഷുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട KV മുഹമ്മദ് കുഞ്ഞി. അവരോടൊക്കെ ഡോക്ടർമാരെ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കരുത്, നിങ്ങൾ ഇദ്ദേഹത്തെ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ രോഗത്തിൽ നിന്ന് അള്ളാഹു ഈ പാവപ്പെട്ട എന്നെ രക്ഷപ്പെടുത്തിയത് ബുർദ കൊണ്ടാണെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ശൈഖുനാ സുൽത്താനുൽ ഉസ്താദിനെ പോലുള്ള മഹാന്മാരുടെ ദുആയും അള്ളാഹു നമുക്കെല്ലാം ആ ദുആയും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട അലി ബാഫഖി തങ്ങൾ അള്ളാഹുവിനെ ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹ് മിംസിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പാവപ്പെട്ട ഞാൻ കിടക്കുന്ന സമയത്ത് അലി ബാഫഖി തങ്ങൾ എന്നെ കാണാൻ വന്നിട്ട് എന്നെ തങ്ങൾ കുറച്ച് മന്ത്രിച്ചു. ഞാൻ പറഞ്ഞു, തങ്ങളെ എന്നെ മന്ത്രിക്കണം എന്ന് പറഞ്ഞപ്പോ എന്നോട് ഞാൻ പറഞ്ഞു, വെള്ളം മന്ത്രിച്ചു തരണം തങ്ങള്. ബാഫഖി തങ്ങൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാനിപ്പോൾ വെള്ളം മന്ത്രിച്ചു തരൂല, എന്റെ വീട്ടിലേക്ക് നീ വെള്ളം കൊടുത്തേക്കണം. 1.5 മണിക്കൂർ ഇരുന്ന് മന്ത്രിക്കൊണ്ട ഒരു മന്ത്രം എനിക്ക് എന്റെ മശായിഖന്മാർ ഉപ്പാപ്പമാർ ഇജാസത്ത് തന്നിട്ടുണ്ട്. എന്റെ മകനെ അയച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട തങ്ങള് 1.5 മണിക്കൂർ ഇരുന്ന് പാവപ്പെട്ട എന്നെ പരിഗണിക്കേണ്ടതില്ല, തങ്ങള് പരിഗണിക്കേണ്ട ഒരാളുമല്ല ഞാൻ. പക്ഷെ എന്തെന്നറിയില്ല, ബുർദക്ക് ഒരു ശബ്ദം നൽകുന്നു എന്ന് മാത്രം ആ ഒരു സ്നേഹമാണ് മഹാനായ തങ്ങൾ എന്നോട് കാണിച്ചത്. AP ഉസ്താദ് രോഗിയായി ഞാൻ അവിടെ ICU കിടക്കുമ്പോൾ ഉസ്താദ് എന്നെ വലിയ പ്രയാസമുള്ള ആളാണ്. അവിടത്തേക്ക് വന്നു, ബദറു സാദാത്ത് തങ്ങൾ വന്നു, നമ്മുടെ സാദാത്തുക്കൾ മുഴുവൻ ദുആ ചെയ്തു. നമ്മുടെ ത്വാഹാ തങ്ങൾ ഉൾപ്പെടെ, ഫാദിലി ഉസ്താദ് ഉൾപ്പെടെ, നമ്മുടെ ഇഖ്വാനുകൾ മുഴുവനും ഓരോ വരിക്കും മൗലായ ചൊല്ലിക്കൊണ്ട് ആയിരക്കണക്കിന് ബുർദയുടെ ഖത്മുകൾ അവര് തീർത്തത്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ. ഈ പരിപാടിക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായി വലിയ ചെലവുകളുണ്ട്. എന്റെ ഇഖ്വാനുകൾ എന്നോട് വിഷമം പറയുമ്പോൾ ഞാൻ പറയുന്നു, പേടിക്കണ്ട, ഈ പരിപാടി നടത്തും, ഒരു പ്രയാസം എനിക്കില്ല. അൽഹംദുലില്ലാഹ്, പലരും വന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഈ മജ്‌ലിസിനെ സഹായിച്ചിട്ടുണ്ട്. പേര് റബ്ബേ നിനക്കറിയാം, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ.